ടങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. തിരുവാതിര അടുക്കാറായല്ലോ, നമുക്കൊരു തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കിയാലോ. നമ്മൾ ഇതിന് മുൻപ് പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പുഴുക്കാണിത്. നമുക്കതിലേക്ക് കിടക്കാം. ഏത്തക്കായ, ചേന, കാച്ചിൽ, മധുരക്കിഴങ്ങ്, കപ്പ, കൂർക്ക, കരിവേപ്പില, വൻപയറാണ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, എണ്ണ. നമ്മൾ തിരുവാതിരയുടെ പുഴുക്കായത് കാരണം ഇതിൽ വെളുത്തുള്ളി ചേർക്കണില്ല. ഇനി നമുക്ക് പച്ചക്കറികളെല്ലാം അരിഞ്ഞ് റെഡിയാക്കാം. ആദ്യം നമുക്ക് കപ്പ അരിയാം. ഇപ്പോൾ നമ്മളുടെ കപ്പ അരിഞ്ഞു കഴിഞ്ഞു. നമുക്കിനി മധുരക്കിഴങ്ങ് അരിയാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് നുറുക്കിക്കഴിഞ്ഞു. നമുക്കിനി കാച്ചിൽ നുറുക്കാം. കാച്ചിലിൻ്റെ ഉള്ളിൽ നമ്മൾ ചെത്തിയപ്പോൾ കേടുണ്ടായിരുന്നു, നമ്മളത് ചെത്തി കളയുക കേട്ടോ. വേണമെങ്കിൽ കുറച്ചെടുക്കാമായിരുന്നു, വേണ്ട പോട്ടെ. ഇപ്പോൾ നമ്മൾ കാച്ചിൽ നുറുക്കിക്കഴിഞ്ഞു. ചേന നുറുക്കുകയാണ്. ചേന നമ്മുടെ പറമ്പിലാണ്, അതാണ് ഇത്രയും വെളുത്ത് സുന്ദരിയായിട്ടിരിക്കുന്നത്. വലിയ കഷ്ണമായിട്ടാണ് നമ്മൾ നുറുക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല വേവ് ആണല്ലോ കഷ്ണത്തിന്. ഇപ്പോൾ നമ്മൾ ചേന നുറുക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് കായ നുറുക്കാം. ഏത്തക്കായാണ്, പുറത്ത് തൊലി ചെത്തിക്കളഞ്ഞു. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നുറുക്കി കഴിഞ്ഞു. കൂർക്ക ഇതിലേക്ക് ഇടുക. നമ്മളിത് ഒന്നിച്ച് അടപ്പത്ത് വയ്ക്കുന്നത്. നമുക്ക് റെഡിയാക്കാൻ പോവാം. നമ്മൾ സ്റ്റൗ കത്തിച്ചു. പയർ നമ്മൾ ആദ്യം വേവിക്കുകയാണ്. നമ്മൾ പയർ കഴുകിവരിട്ട് 2 വിസിൽ ഊതണം. കാരണം പയറിന് വേവ് കൂടുതലല്ലേ, അന്നേരം പയർ ആദ്യം വേവിച്ചെടുക്കാം. അടപ്പത്ത് വെച്ചു. രണ്ട് വിസിലടിച്ചു. നമുക്കിത് ഓഫാക്കാം. ആവി പോയിട്ട് തുറന്ന് കാണിക്കാം. ഇപ്പം നമ്മുടെ പയർ വെന്തൊന്ന് തുറന്നു നോക്കാം. ആവി പോയി. പയർ വെന്ത് കറക്റ്റായിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ചരുവത്തിലേക്ക് ഒഴിക്കാം. കാരണം കുക്കറിൽ സ്ഥലം മതിയാവൂല. ഇപ്പം നമ്മൾ വെന്ത പയർ ചരുവത്തിലേക്ക് ഇട്ടു. ഈ കഷ്ണങ്ങൾ ഇതിലേക്ക് തന്നെ ഇടുകയാണ്. ഇപ്പം നമ്മൾ കഷ്ണങ്ങളെല്ലാം ഇട്ടു. ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടുകയാണ്. ഞാനിതിൽ 2 സ്പൂൺ മുളക് പൊടി ഇടുക. കാരണം വലിയ സ്പൂണാണെങ്കിൽ 1 സ്പൂൺ മതി. ചെറിയ സ്പൂണായത് കാരണം 2 സ്പൂൺ 2.5 സ്പൂണിൻ്റെ അത്ര ഇട്ടു. മഞ്ഞൾപ്പൊടി അതുപോലെ 1 സ്പൂൺ ഇടുക.
ചെറിയ സ്പൂണും കഷ്ണങ്ങൾ അധികം ആയത് കാരണമാണ് അത്ര ഇടുന്നത്. ആവശ്യത്തിന് ഉപ്പിടുക. നമ്മളിത് വേവാനുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ. കഷ്ണം മുങ്ങിക്കിടക്കുന്ന വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ട് നമ്മളിത് വേവിക്കാൻ വയ്ക്കാം. നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ കഷ്ണം വെന്ത് റെഡിയാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനകത്ത് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും സമാസമം ഒരു 8-10 വെളുത്തുള്ളി, അത്രയും തന്നെ ചുമന്നുള്ളി അരയ്ക്കേണ്ടതാണ്. നമ്മൾ തിരുവാതിരപ്പുഴുക്കായ കാരണം രണ്ടും അരയ്ക്കണില്ല. തേങ്ങ നന്നായിട്ട് തേങ്ങ വേണം, കഷ്ണം അധികമുണ്ട്. അന്നേരം നമ്മൾ തേങ്ങ ഇടുകയാണ് ഇതിലേക്ക്. ഇതിലേക്ക് ഞാൻ ഒരു തേങ്ങ ചേർക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കഷ്ണം അധികമുണ്ട്, അത് കാരണമാണ്. ഇപ്പം നമ്മൾ തേങ്ങ ഇട്ടു. ഇത്രയും കഷ്ണങ്ങളുള്ളത് കൊണ്ട് നമ്മൾ ഒരു തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് 2 പച്ചമുളക്, ഒരു 2-3 ഇതൾ കരിവേപ്പില ഇതിൽ ചേർക്കുക. നമ്മളിത് അരയ്ക്കണില്ല കേട്ടോ. അവിയലിനൊക്കെ അരയ്ക്കണ പോലെ ഏതാണ്ട് പകുതി അരയ്ക്കുള്ളൂ, വെള്ളം ഒഴിക്കണില്ല, അങ്ങനെ തന്നെ അരയ്ക്കുക. ഇപ്പം നമ്മൾ ഈ രീതിയിൽ ഒന്ന് ചതച്ചെടുത്തു. പച്ചമുളകും തേങ്ങയും മാത്രം, കരിവേപ്പില. ഇപ്പം നമ്മുടെ പുഴുക്കിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് റെഡിയായോ എന്ന് നോക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ കഷ്ണമൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. എല്ലാ ആവശ്യത്തിനും വെന്തു ആയി. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ അരപ്പ് ചേർക്കാം. ഇതിൽ നമ്മൾ കരിവേപ്പില ചേർക്കുകയാണ്. കുറച്ചധികം കരിവേപ്പില ചേർക്കുക. കാരണം ഒന്നാമത് വസ്തു അധികം ഉള്ളതാണ് അത്രയും ചേർക്കുന്നത്. നമ്മളിതിനകത്ത് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ആവശ്യത്തിന് ഒഴിക്കുക. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഒഴിക്കുക. ഞാനൊരു 2 സ്പൂൺ ഒഴിക്കുക കേട്ടോ. കാരണം അധികം സാധനം ഉള്ളതുകൊണ്ടാണ്. നമുക്കിതിനെ മെല്ലെ ഒന്ന് ഉടച്ചെടുക്കണം. ഉടയ്ക്കേണ്ട ആവശ്യമില്ല. കഷ്ണമെല്ലാം വെന്ത് കറക്റ്റായിട്ടുണ്ട്, അത് കാരണം ഉടയ്ക്കണില്ല. ഇപ്പം ഞാൻ സ്റ്റൗ ഓഫാക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു കുറച്ച് എണ്ണ ഒഴിക്കുക. കാരണം ഇത് പുഴുക്കിൻ്റെ കഷ്ണങ്ങൾ അധികമുണ്ട്, അതിൻ്റെ പേരിലാണ്. അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതിയായിരുന്നു. നമുക്കിതൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ തിരുവാതിര പുഴുക്ക്, അടിപൊളി പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുക്കാം. അല്ലേ,
അപ്പോൾ നമ്മുടെ പുഴുക്ക് റെഡിയായി. നല്ല ടേസ്റ്റി പുഴുക്കാണിത്. നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും പോരായ്കയുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. ഓക്കെ.